നമസ്കാരം, എന്റെ പേര് സ്മിത ഹരിദാസ്. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. +2 ഫിസിക്സിലെ പ്രോബ്ലംസ് ചാപ്റ്റർ വൈസ് വർക്കൗട്ട് ചെയ്തു തരാം എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് എന്നൊരു സീരീസിലെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാം അധ്യായമായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ ഏതാനും പ്രോബ്ലംസ് പരിശോധിച്ച് ഉത്തരങ്ങൾ വിശകലനം ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ് നമ്മുടെ ടോപ്പിക്. ഒന്നാമത്തെ പ്രോബ്ലം പൊട്ടൻഷ്യലിനെ സംബന്ധിച്ചുള്ളതാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ വർക്ക്ഡ് ഔട്ട് ആണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട്. സ്റ്റെപ്സ് എല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പഠിക്കുക. ചോദ്യം വായിക്കുന്നു. 2 charges 3 × 10⁻8 coulomb and -2 × 10⁻8 coulomb are located 15 cm apart. At what point on the line joining the two charges is the electric potential 0? Take the potential at infinity to be 0. ചോദ്യത്തിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 2 ചാർജുകളുണ്ട്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമാണ്. പോസിറ്റീവ് ചാർജിന്റെ വാല്യൂ 3 × 10⁻8 കൂളമാണ്. നെഗറ്റീവ് ചാർജ് -2 × 10⁻8 കൂളമാണ്. അവ 15 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് എയറിൽ വെച്ചിരിക്കുന്നത്. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ 2 ചാർജുകളെ ജോയിൻ ചെയ്യുന്ന ലൈനില് ഏത് പോയിന്റിലാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആവുക എന്നാണ്. പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി 0 ആയിട്ട് അസ്യൂം ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സൊല്യൂഷൻ വിശദമായി പരിശോധിക്കാം. ഡയഗ്രാം വരച്ചിരിക്കുന്നതൊന്ന് ശ്രദ്ധിക്കുക. നമുക്കൊരു പോയിന്റ് P ഉണ്ട്. ആ പോയിന്റിലാണ് പൊട്ടൻഷ്യൽ 0 ആവുന്നത് എന്ന് വിചാരിക്കുക. P എന്ന പോയിന്റ് Oയ്ക്കും Aയ്ക്കും ഇടയിലാണെന്നാണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്, ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ. ഓക്കെ, Pയിലേക്കുള്ള ഡിസ്റ്റൻസ് Oയിൽ നിന്ന് x ആണെന്ന് വിചാരിക്കുക. എക്സിനെ മീറ്ററിലാക്കുമ്പോൾ x × 10⁻² മീറ്റർ എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Aയിൽ നിന്ന് Pയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 15 - x ആയിരിക്കുമല്ലോ. കാരണം Oയും Aയും തമ്മിലുള്ള സെപ്പറേഷൻ 15 ആണ്. അപ്പോ x ഡിസ്റ്റൻസിലാണ് P എന്ന പോയിന്റ് ഉള്ളതെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ചാർജ് -2 × 10⁻8 കൂളത്തിൽ നിന്നും ഉള്ള Pയിലേക്കുള്ള അകലം 15 - x ആയിരിക്കും. ഓക്കെ, നമുക്ക് പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ അറിയാം. V = 1/4πε0 Q/x എന്നതാണ്. 2 ചാർജുകളുണ്ട്. Q1 = 3 × 10⁻8 കൂളം. അതാണ് നമ്മുടെ O എന്ന പോയിന്റിലുള്ളത്. Q2 = -2 × 10⁻8 കൂളം. അതാണ് A എന്ന പോയിന്റിലുള്ളത്. അപ്പോൾ പൊട്ടൻഷ്യൽ 0 ആവുന്നതിനുള്ള കണ്ടീഷൻ എന്താണ്? V1 + V2 = 0. ഓക്കെ, V1 = 1/4πε0 3 × 10⁻8 divided by x × 10⁻². ഓക്കെ, അപ്പം V2ന്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കുമല്ലോ. കാരണം V2 എന്നുള്ള Q2 വാല്യൂ നെഗറ്റീവ് ആണ്. അങ്ങനെയാകുമ്പോൾ V2ന്റെ വാല്യൂ എന്ന് പറയുക -1/4πε0 2 × 10⁻8 divided by xന് പകരം 15 - x × 10⁻² എന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി എന്താ വേണ്ടത്? ടോട്ടൽ പൊട്ടൻഷ്യൽ എടുക്കണം. രണ്ടും കൂടി കൂട്ടിയെടുക്കുമ്പോൾ പൊട്ടൻഷ്യൽ 0 ആവുന്നതിനുള്ള കണ്ടീഷൻ കിട്ടും. 1/4πε0 കോമൺ ആണ്, അത് പുറത്തെടുക്കാം. പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ വരിക 3 × 10⁻8 divided by x × 10⁻² minus 2 × 10⁻8 divided by 15 - x × 10⁻².
ദാറ്റ്സ് ഈക്വൽ ടു 0. V1 പ്ലസ് V2 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ആണ് ഇവിടെ ഇപ്പൊ പറഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ 3/x മൈനസ് 2/15 മൈനസ് x ഈക്വൽ ടു 0 ആണ്. ഇവിടെ തന്നിരിക്കുന്നതില് കണ്ടീഷൻ എഴുതിയിരിക്കുന്നതിൽ തെറ്റുണ്ട്. ഒറിജിനൽ ഇക്വേഷൻ നമ്മുടെ ആദ്യം സ്ക്വയർ ബ്രാക്കറ്റ് ഉള്ളതിൽ തന്നിരിക്കുന്നതിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത് തന്നെയാണ് 3/x മൈനസ് 2/15 മൈനസ് x ഈക്വൽ ടു 0 എന്നതാണ്. ഓക്കെ, 3/x മൈനസ് 2/15 മൈനസ് x ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് 3/x ഈക്വൽ ടു 2/15 മൈനസ് x. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 മൈനസ് 3x ഈക്വൽ ടു 2x എന്ന് കിട്ടും. 45 ഈക്വൽ ടു 5x അല്ലെങ്കിൽ x ഈക്വൽ ടു 9 സെന്റിമീറ്റർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ x ഈക്വൽ ടു 9 സെന്റിമീറ്റർ കണ്ടു കഴിഞ്ഞല്ലോ അല്ലെ. അപ്പോ x ഈക്വൽ ടു 9 സെന്റിമീറ്റർ അതായിരിക്കും ഓയ്ക്കും എയ്ക്കും ഇടയിലാണ് P എന്ന പോയിന്റ് എന്ന് അസ്യൂം ചെയ്താൽ കിട്ടുന്ന പൊട്ടൻഷ്യൽ 0 ആകുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി അടുത്തൊരു കണ്ടീഷനും കൂടി എടുക്കാം. x എന്ന പോയിന്റ് OAയുടെ എക്സ്റ്റെൻഡഡ് ലൈനിലാണെന്ന് വിചാരിക്കുക. അതായത് പോസിറ്റീവ് x ആക്സിസില് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ എയുടെ വലതുവശത്താണ് x എന്ന പോയിന്റ് എന്ന് വിചാരിക്കുക. അന്നേരം പൊട്ടൻഷ്യൽ 0 ആകുന്നതിനുള്ള കണ്ടീഷൻ ഇങ്ങനെ വരും. നോക്കിക്കോളൂ, ഇക്വേഷൻ കറക്റ്റ് ആണ്. 3/x മൈനസ് 2/x മൈനസ് 15 ഈക്വൽ ടു 0. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുക. 3/x ഈക്വൽ ടു 2/x മൈനസ് 15 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x മൈനസ് 45 ഈക്വൽ ടു 2x ഓർ x ഈക്വൽ ടു 45 സെന്റിമീറ്റർ. ഓക്കെ, അങ്ങനെ നമുക്ക് പൊട്ടൻഷ്യൽ 0 ആവുന്നതിനുള്ള 2 കണ്ടീഷൻസ് കിട്ടും. ഏതൊക്കെയാണ്? x ഈക്വൽ ടു 9 സെന്റിമീറ്റർ ആൻഡ് x ഈക്വൽ ടു 45 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് the electric potential is 0 at 9 centimeter and 45 centimeter away from the positive charge on the side of the negative charge. Okay. നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടീഷൻ വളരെ പ്രധാനമാണ്. പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി ഈസ് 0. ഓക്കെ, അപ്പോ ആദ്യം അസ്യൂം ചെയ്യേണ്ടത് പൊട്ടൻഷ്യൽ 0 ആകുന്ന പോയിന്റ് പോസിറ്റീവ് ചാർജിനും നെഗറ്റീവ് ചാർജിനും ഇടയിലുള്ള ഒരു പോയിന്റ് വിത്തിൻ 15 സെന്റിമീറ്റർ ആണെന്നിരിക്കട്ടെ എന്ന് വിചാരിക്കാം. പിന്നെ ലൈൻ ജോയിനിങ് ദ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നെഗറ്റീവ് ചാർജിൽ നിന്നും എവേ ഫ്രം ദ പോയിന്റ് അവിടെയും പൊട്ടൻഷ്യല് 0 ആകാം. അങ്ങനെ ആകുമ്പോ നമുക്ക് എക്സിന് എടുക്കാവുന്ന കണ്ടീഷൻ 3/x മൈനസ് 2/x മൈനസ് 15 ഈക്വൽ ടു 0 എന്നുള്ളതായിരിക്കും. അത് സോൾവ് ചെയ്യുമ്പോഴാണ് x ഈക്വൽ ടു 45 സെന്റിമീറ്റർ എന്ന് കിട്ടുന്നത്. വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് കടക്കുന്നു. രണ്ടാമത്തെ പ്രോബ്ലവും പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ തന്നെയുള്ളതാണ്. കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദ സർഫസ് ഓഫ് എ ഗോൾഡ് ന്യൂക്ലിയസ് ഓഫ് ഡയമീറ്റർ 13 ഫെർമി. അറ്റോമിക് നമ്പർ ഓഫ് ഗോൾഡ് ഈസ് 79. ഗോൾഡ് ന്യൂക്ലിയസിന്റെ സർഫസിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗോൾഡ് ന്യൂക്ലിയസിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. അറ്റോമിക് നമ്പർ Z എന്ന ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കാറുള്ളത്. അറ്റോമിക് നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ ചാർജ് കണ്ടുപിടിക്കാൻ Q ഈക്വൽ ടു ZE എന്നുള്ള ഇക്വേഷൻ പ്രയോജനപ്പെടുത്താം. സോ ചാർജ് Q ഈക്വൽ ടു ZE ഈക്വൽ ടു 79 into 1.6 into 10 power minus 19 coulomb. E എന്നുള്ളത് ഇലക്ട്രോണിക് ചാർജ് ആണ്. അതിന്റെ വാല്യൂ ആണ് 1.6 into 10 power minus 19 coulomb. റേഡിയസ് എത്രയാണ്? ഡയമീറ്റർ 13 ഫെർമി ആണ്. അതിന്റെ പകുതിയായിരിക്കും റേഡിയസ് 6.5 ഫെർമി. ഒരു ഫെർമി എന്നാൽ 10 power minus 15 മീറ്റർ ആണ്. ഓക്കെ,
സോ നമുക്ക് വേണ്ട വാല്യൂസ് എല്ലാം ആയി കഴിഞ്ഞു. പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ V equal to 1/4πε0 Q/R എന്നുള്ളതാണ്. 1/4πε0യുടെ ന്യൂമറിക്കൽ വാല്യൂ 9 × 10⁹ ആണ്. ക്യൂവിന്റെ വാല്യൂ നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചു. 79 × 1.6 × 10⁻19. പിന്നെ R റേഡിയസ് ഡിസ്റ്റൻസ് എത്ര വരും? 6.5 × 10⁻15. അപ്പൊ ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 17.5 × 10⁻6 വോൾട്ട് ആണ്. 10⁻6 വോൾട്ട് എന്നാൽ 1 മെഗാവോൾട്ട്. ഇപ്പൊ എഴുതുമ്പോ 17.5 ക്യാപിറ്റൽ M ക്യാപിറ്റൽ V, വായിക്കേണ്ടത് 17.5 മെഗാവോൾട്ട്. മെഗാവോൾട്ട് എന്ന് അക്ഷരങ്ങളിൽ എഴുതുകയാണെങ്കിൽ എല്ലാ സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, സോ ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഈസ് 17.5 MV. 17.5 × 10⁻6 വോൾട്ട്. ക്ലിയർ? മൂന്നാമത്തെ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഒരു പ്രോബ്ലം ആണിത്. A parallel plate capacitor with air between the plates has a capacitance of 8 picofarad. 1 picofarad equal to 10⁻12 farad. What will be the capacitance if the distance between the plates is reduced by half and the space between them is filled with a substance of dielectric constant 6? Parallel plate capacitor എന്നാൽ എന്താണെന്ന് നമുക്കറിയാം. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പാരലൽ പ്ലേറ്റുകളാണ് ഉള്ളത്. 2 പ്ലേറ്റുകൾ ഉണ്ടായിരിക്കും. അവ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിരിക്കും. ഒന്നിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ ആണെങ്കിൽ മറ്റൊന്നിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മ ആയിരിക്കും. അല്ലെ? സിഗ്മ എന്നാൽ ചാർജ് ബൈ ഏരിയ. ക്യാപിറ്റൽ എ എന്നുള്ളത് ഏരിയ ഓഫ് ദി പ്ലേറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പം ഈ പാരലൽ പ്ലേറ്റുകൾക്കിടയിൽ എയർ വരുമ്പോഴുള്ള കപ്പാസിറ്റൻസിന്റെ എക്സ്പ്രഷൻ C equal to ε0 A/d എന്നതാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ε0 A/d എന്നാണ് വേണ്ടത്. അങ്ങനെയുള്ള പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ വാല്യൂ ആണ് 8 പിക്കോഫാരഡ് എന്ന് തന്നിരിക്കുന്നത്. which is equal to 8 × 10⁻12 farad. ഓക്കെ, പിന്നെ എന്താ, ഇവിടെ ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം വന്നിരിക്കുന്നു രണ്ടാമത്തെ കേസിൽ. അതിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് R ആണ്. അതോടൊപ്പം പ്ലേറ്റ് സെപ്പറേഷൻ പകുതിയാക്കി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം കപ്പാസിറ്റൻസിന്റെ എക്സ്പ്രഷൻ എങ്ങനെ മാറും എന്ന് എഴുതണം. C' ആണെന്നിരിക്കട്ടെ ന്യൂ കപ്പാസിറ്റൻസ്. വി ഹാവ് C' equal to ε0 εr A divided by d ക്ക് പകരം d/2. ഓക്കെ, സോ C' equal to ε0 εr A by d/2. ഓക്കെ, ε0 A/d എന്നതിന് പകരം C എന്ന് കൊടുക്കാവുന്നതാണ്. സോ C' equal to 2εrC എന്ന് കിട്ടും. എപ്സിലോണാറിന്റെ വാല്യൂ അറിയാം, സിയുടെ വാല്യൂ അറിയാം. അങ്ങനെയാകുമ്പോൾ C' equal to 2 × 6 × 8 × 10⁻12. വാല്യൂ കിട്ടുക 96 പിക്കോഫാരഡ് എന്നാണ്. ക്ലിയർ ആണല്ലോ? നാലാമത്തെ പ്രോബ്ലം വളരെ സിമ്പിൾ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. A 12 picofarad capacitor is connected to a 50 volt battery. How much electrostatic energy is stored in the capacitor? കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസ് ആണ്. ഇവിടെ നമുക്ക് കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട് 12 പിക്കോഫാരഡ്. C വാല്യൂ തന്നിട്ടുണ്ട്, അതുപോലെ V വാല്യൂ തന്നിട്ടുണ്ട് 50 വോൾട്ട്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിക്കുള്ള എക്സ്പ്രഷൻ ½ CV² എന്നുള്ളതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. യു വിൽ ഗെറ്റ് ദ ആൻസർ ടു ബി 1.5 × 10⁻⁻8 ജൂൾ. ഓക്കെ, അഞ്ചാമത്തെ പ്രോബ്ലം. A 600 picofarad capacitor is charged
by a 200 volt supply. It is then disconnected from the supply and is connected to another uncharged 600 picofarad capacitor. How much electrostatic energy is lost in the process? ഇപ്പോൾ ആദ്യം ഒരു 600 picofarad capacitor 200 വോൾട്ട് സപ്ലൈ വെച്ച് ചാർജ് ചെയ്യുന്നു. അതിനുശേഷം അത് ഡിസ്കണക്ട് ചെയ്ത് മറ്റൊരു 600 picofarad capacitor വെച്ച് ചാർജ് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ ആദ്യം സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന എനർജിയിൽ നിന്നും എത്രത്തോളം എനർജി ആയിരിക്കും നഷ്ടപ്പെടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി E1 ആണെന്നിരിക്കട്ടെ. അതിന്റെ ഇക്വേഷൻ ഹാഫ് C1 V1 സ്ക്വയർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. V1 എന്നോ V എന്നോ എടുക്കാം, കാരണം സപ്ലൈ വോൾട്ടേജ് സെയിം തന്നെയാണ്. ഇവിടെ V1 കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ E1 ഈക്വൽ ടു ഹാഫ് C1 V1 സ്ക്വയർ എന്ന് കൊടുക്കുമ്പോൾ C1ന്റെ വാല്യൂ 600 into 10⁻⁻12 ഫാരഡ് അല്ലെ, 600 picofarad ആണല്ലോ. പിന്നെ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 വോൾട്ട് ആണ്. അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12 into 10⁻⁻6 ജൂൾ എന്നായിരിക്കും. ഇത്രയും എനർജി സ്റ്റോർഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ C1 കപ്പാസിറ്ററിനെ ഡിസ്കണക്ട് ചെയ്ത് C2 കപ്പാസിറ്റർ കൊടുക്കുന്നത്. അതായത് ചാർജ് റിമെയിൻസ് ദി സെയിം. ചാർജ് Q ഈക്വൽ ടു C1 V1. ഓക്കെ, ഇനി രണ്ടാമത്തെ അൺചാർജ്ഡ് കപ്പാസിറ്ററിന് വേണ്ടി സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ്, അതുകൊണ്ട് തന്നെ Q ഈക്വൽ ടു C1 V1 ആണ്. അന്നേരമുള്ള എനർജി, അതായത് ആദ്യത്തെ ഡിസ്കണക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ കപ്പാസിറ്റർ കൊടുക്കുമ്പോൾ ഉള്ള എനർജി എന്ന് പറയുന്നത് E2 ഈക്വൽ ടു ഹാഫ് Q സ്ക്വയർ ഡിവൈഡഡ് ബൈ C ആയിരിക്കും, വേർ C ഈക്വൽ ടു C1 പ്ലസ് C2. ഓക്കെ, എന്തുകൊണ്ടാണ്? ചാർജ് റിമെയിൻസ് ദ സെയിം ആണ്. ചാർജ് റിമെയിൻസ് ദ സെയിം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കപ്പാസിറ്റേഴ്സിന്റെ പാരലൽ കോമ്പിനേഷൻ ആയിട്ട് വേണം പരിഗണിക്കാൻ. ഓക്കെ, ഇവിടെ വാല്യൂസ് E2 ഈക്വൽ ടു ഹാഫ് Q സ്ക്വയർ ബൈ C എന്നതിൽ സിയുടെ വാല്യൂ C1 പ്ലസ് C2 ആണ്, Qന്റെ വാല്യൂ C1 V1 ആണ്. അങ്ങനെ വരുമ്പോ പുതിയ എനർജി E2 ഈക്വൽ ടു ഹാഫ് Q സ്ക്വയർ ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഈക്വൽ ടു ഹാഫ് C1 V1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുക്കുക. നമുക്ക് E2ന്റെ വാല്യൂ കിട്ടുന്നത് 6 into 10⁻⁻6 ജൂൾ എന്നായിരിക്കും. അതായത് ഒരു കപ്പാസിറ്റർ ചാർജ് ആയതിനു ശേഷം അത് ഡിസ്കണക്ട് ചെയ്ത് മറ്റൊന്ന് കണക്ട് ചെയ്ത് അതിനെ ചാർജ് ചെയ്യിക്കുമ്പോൾ ആദ്യം സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയിൽ കുറവ് വരുന്നു. ഇവിടെ ആ ഡിഫറൻസ് ഇൻ എനർജി എത്രയാണെന്നാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇൻ അവർ കേസ് ഡെൽറ്റ E ഈക്വൽ ടു 12 into 10⁻⁻6 joule minus 6 into 10⁻⁻6 joule equal to 6 into 10⁻⁻6 joule. Okay? Capacitor, parallel plate capacitor, energy stored in the capacitor, combination of capacitors, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം കപ്പാസിറ്ററിൽ നിന്നുള്ളത്. വൺ ലാസ്റ്റ് പ്രോബ്ലം. ചോദ്യം വായിക്കുന്നു. The plates of a parallel plate capacitor have an area of 900 square centimeter each and are separated by 2.5 millimeter. The capacitor is charged by connecting it to a 400 volt supply. How much electrostatic energy is stored by the capacitor? ഇപ്പോൾ ഈ പാർട്ട് ആദ്യം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി E ഈക്വൽ ടു ഹാഫ് CV സ്ക്വയർ ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ
എയറിലായിരിക്കുമ്പോൾ C equal to epsilon 0 A by D ആണ്. So energy stored in the parallel plate capacitor E equal to half CV square equal to half epsilon 0 A by D into V square. Epsilon 0 യുടെ വാല്യൂ അറിയാം. ഏരിയ ഓഫ് ദി പ്ലേറ്റ് തന്നിട്ടുണ്ട് 90 സ്ക്വയർ സെന്റിമീറ്റർ. ഈ സ്ക്വയർ സെന്റിമീറ്ററിന് സ്ക്വയർ മീറ്റർ ആക്കണം. ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻² മീറ്റർ ആണ്. അപ്പോൾ ഒരു സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻² ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 10⁻⁻4 സ്ക്വയർ മീറ്റർ ആണ്. ഓക്കെ, സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് അതാണ് ഡി. അതിന്റെ വാല്യൂ 2.5 മില്ലിമീറ്റർ ആണ്. അത് മീറ്ററിലേക്ക് ആക്കുമ്പോൾ 2.5 × 10⁻³ മീറ്റർ ആകും. സോ ഹാഫ് എപ്സിലോൺ 0 A by D ആയി കഴിഞ്ഞു. പിന്നെ വിയുടെ വാല്യൂ കൊടുക്കണം. വി സ്ക്വയർ ആണ്. സപ്ലൈ വോൾട്ടേജ് 400 വോൾട്ട് ആണ്. അപ്പോൾ 400 × 400 അതും കൊടുക്കുക. ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ ദ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മുടെ കേസിൽ എത്ര കിട്ടും? 2.55 × 10⁻⁻6 ജൂൾ എന്ന് കിട്ടും. ഇനി ബി പാർട്ടിലേക്ക് പോകുന്നു. വ്യൂ ദിസ് എനർജി as stored in the electrostatic field between the plates and obtain the energy per unit volume U. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയുടെ വാല്യൂ കിട്ടി. എനർജി പെർ യൂണിറ്റ് വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയെ എന്താ ഈ കപ്പാസിറ്ററിന്റെ വോളിയം അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏരിയ ഇൻറ്റു സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് എന്നുള്ള എക്സ്പ്രഷൻ കൊടുക്കാം. ദെൻ എനർജി പെർ യൂണിറ്റ് വോളിയം ഈക്വൽ ടു ഹാഫ് CV സ്ക്വയർ ഡിവൈഡഡ് ബൈ A × D. ഏരിയ ഇൻറ്റു സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് അതാണ് വോളിയം എന്ന് പറയുന്നത്. സോ നമുക്ക് സിയുടെ വാല്യൂ കൊടുക്കാം. സി എന്ന് പറഞ്ഞാൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി എപ്സിലോൺ 0 A by D. പിന്നെ ഉള്ളത് ഏതാണ്? വി സ്ക്വയർ ഡിവൈഡഡ് ബൈ AD എന്നുള്ള എക്സ്പ്രഷനും കിട്ടും. അപ്പോ ഏതൊക്കെ വാല്യൂസ് ആണ് ക്യാൻസൽ ആയി പോകുന്നത്? ക്യാൻസൽ ആയി പോകുന്നത് ഏതാ? എയും ക്യാൻസൽ ആയി പോകും. പിന്നെ ഉള്ളത് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ D സ്ക്വയർ എന്നുള്ളതാണ്. ഹാഫ് എപ്സിലോൺ 0 വി സ്ക്വയർ ഡിവൈഡഡ് ബൈ D സ്ക്വയർ. വി സ്ക്വയർ ഡിവൈഡഡ് ബൈ D സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ സ്ക്വയർ അല്ലെ? ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽ ടു വി ബൈ ഡി എന്നതാണ് എക്സ്പ്രഷൻ. സോ ഹാഫ് എപ്സിലോൺ 0 വി സ്ക്വയർ ബൈ D സ്ക്വയർ എന്നതിന് പകരം ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ എന്ന് കിട്ടുന്നതായിരിക്കും. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യം. ബി പാർട്ടിന്റെ ലാസ്റ്റ് നോക്കിക്കോളൂ. ഹെൻസ് arrive at a relation between U. U എന്ന് പറഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് വോളിയം സ്മോൾ യു ആണ്, അല്ലാതെ YOU അല്ല. ആൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്. അപ്പം എനർജി പെർ യൂണിറ്റ് വോളിയത്തിന് ഇലക്ട്രിക് ഫീൽഡിന്റെ ക്യാപിറ്റൽ ഇ വാല്യൂ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ, ഹാഫ് എപ്സിലോൺ 0 ക്യാപിറ്റൽ ഇ സ്ക്വയർ, വേർ ക്യാപിറ്റൽ ഇ ഈസ് ദി അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇന്ന് ചെയ്ത പ്രോബ്ലംസ് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കപ്പാസിറ്റർ എന്ന ഭാഗത്ത് നിന്നാണ് പ്രോബ്ലംസ് സംബന്ധിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കപ്പാസിറ്റർ കൂടുതൽ ഡിസ്കസ് ചെയ്തത്. ശ്രദ്ധിച്ച് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ക്ലാസ്സിൽ 3ാമത്തെ ചാപ്റ്ററിലെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. താങ്ക് യു.